നമ്മുടെ അടുക്കള എന്നും നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശീലങ്ങൾ പറയട്ടെ. നമ്മളിൽ പലരും ഇത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മിക്കവാറും എല്ലാം ചെയ്യുന്നുണ്ടാവും. കാരണം ഇതിൽ വലിയ വലിയ രഹസ്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഇത് ദിവസം ഒന്നങ്ങ് ശീലമാക്കിയാൽ പിന്നെ നമ്മൾ അറിയാതെ ഒരു അടുക്കും ചിട്ടയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സമയവും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കും. നമ്മുടെ ഓർഗനൈസ് ആയിട്ടിരിക്കുന്ന അടുക്കള കാണാൻ, അല്ലെങ്കിൽ പെസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അടുക്കള കാണാൻ നല്ല എന്താ പറയുക, മനസ്സിന് നല്ല സുഖമായിരിക്കില്ലേ. ഈ വെജിറ്റബിൾസ് ഒക്കെ ഉപ്പും മഞ്ഞളോ അല്ലെങ്കിൽ വിനാഗിരിയുള്ള വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലില്ലേ, നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റും. ഒരുപാട് സമയം ഇവിടെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ശീലങ്ങൾ, ആ ഒരു ഹാബിറ്റ് ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്തേത്, നമ്മളിപ്പം ചപ്പാത്തി ചുടുമ്പോൾ അതിപ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പൊടി പുറത്തേക്കാവില്ലേ. അപ്പം തുണിക്ക് പകരം ഇതുപോലൊരു ന്യൂസ് പേപ്പർ വയ്ക്കുക. കാരണം തുണിയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് വാഷ് ചെയ്യേണ്ടി വരും. ന്യൂസ് പേപ്പർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മടക്കിയിട്ട് നമുക്ക് കളയാൻ പറ്റും. എന്തായാലും ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല കേട്ടോ, ഈ പലക നീങ്ങുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പൊന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾ ഈ ഒരു ചപ്പാത്തി പരത്തി കഴിഞ്ഞാൽ തുടക്കേണ്ട ആവശ്യവും വരുന്നില്ല. അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോഴേ നമ്മളിപ്പം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ പൊടി കുറച്ചിട്ട് പരത്തുവാണെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. നമുക്ക് ഇരട്ടിപ്പണിയായിരിക്കും. പൊടി അധികം കൂടുതലിട്ടിട്ട് പരത്തി വെച്ചതിന് ശേഷം ചുടുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ വരുന്ന പൊടിയൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് കല്ലുമ്മലിട്ടാൽ മതി. ഇനി രണ്ടാമത്തേത്, എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അത് അപ്പം തന്നെ അതിൻ്റെ യൂസ് കഴിയുവാണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ കറക്റ്റ് സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നത്തേക്ക് മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് പണി കൂടുതലായിട്ട് തോന്നുക. പെട്ടെന്ന് പണി തീരില്ല. ഇനി തേർഡ് വൺ, നമ്മളിപ്പം വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട് ആണെങ്കിലും എന്താണെങ്കിലും പീൽ ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡസ്റ്റ്ബിന്നിലേക്കോ ആക്കുന്ന രീതിയിലേക്ക് അത് ചെയ്യുക. അല്ലാതെ ചിലപ്പം കൗണ്ടർ ടോപ്പിൽ അങ്ങനെ അല്ലെങ്കിൽ സിങ്കിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു സമയം കണ്ടെത്തേണ്ടി വരും. പിന്നെ ആകെ നമ്മുടെ അടുക്കള അലങ്കോലമായിട്ട് ഇരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ട്രേയിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ അതും അല്ലെങ്കിൽ കുഞ്ഞ് ഡസ്റ്റ്ബിന്നിലൊക്കെ ഉണ്ടാവില്ലേ, അതിൽ അങ്ങനെ തന്നെ തൊലിയൊക്കെ അപ്പം തന്നെ ഇടുക. അപ്പം ഭയങ്കര വൃത്തിയായിട്ട് ഇതാ കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും. ഇനി നാലാമത്തെ ഹാബിറ്റ്, നമ്മുടെ ഇതുപോലെ തന്നെ പച്ചക്കറികളാണെങ്കിലും എന്താണെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്പിംഗ് ബോർഡ് ഉപയോഗിക്കുമല്ലോ. ആ ചോപ്പിംഗ് ബോർഡൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത ശേഷമായിരിക്കും കുക്ക് ചെയ്യുക. ചിലപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. എങ്ങനെയാണെങ്കിലും കുക്കിംഗ് മുഴുവൻ കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു നമ്മുടെ ബോർഡും പിന്നെ നമ്മുടെ നൈഫും എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കുക. അല്ലാതെ അത് പിന്നീട് കഴുകാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അപ്പം തന്നെ കഴുകുകയാണെങ്കിൽ നമുക്കത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അത് മാത്രമല്ല, അത് അങ്ങനെ അങ്ങ് അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയ ഒക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴുകിയിട്ട്, ഞാൻ ആദ്യമൊക്കെ ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ. എന്തെടുത്ത് കഴിഞ്ഞാലും ലാസ്റ്റ് കഴുകാമെന്ന് വിചാരിക്കും. കുക്കിംഗ് ആദ്യം കഴിക്കും. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാം അവസാനം കഴുകാൻ നിന്നാൽ നല്ല സമയം വേണ്ടി വരും. പക്ഷേ കഴിയുന്നതൊക്കെ അപ്പോൾ തന്നെ നമ്മൾ വൃത്തിയാക്കി കഴുകി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എടുത്ത പാത്രങ്ങളെ അവസാനം നമുക്ക് കഴുകാനുണ്ടാവും. ഇനി അഞ്ചാമത്തെ ഒരു ശീലം, നമ്മളെല്ലാവരും മിക്സിയുടെ ജാറ് യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അതും ഈ പറഞ്ഞ മാതിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ കഴുകി വെക്കുക. അപ്പോൾ ആ കഴുകുന്നതിന് എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ റണ്ണിങ് വാട്ടർ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഇടാം. പക്ഷേ ഇത് ഇങ്ങനെയുള്ള നമ്മൾ ജ്യൂസൊക്കെ ആണെങ്കിൽ ലിക്വിഡൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ റണ്ണിങ് വാട്ടർ ഇട്ട് ഒരു 30-40 സെക്കൻഡ് കഴുകിയാൽ തന്നെ കറക്കിയാൽ തന്നെ അതിൻ്റെ ജാറിലുള്ളതും ടോപ്പിലുള്ളതും എല്ലാ അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളും ഒരുമിച്ച് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. ഇത് ടൈം സേവ് ചെയ്യാൻ നല്ലൊരു ടിപ്പാണ്. കാരണം അല്ലെങ്കിൽ ഈ മിക്സിയുടെ ജാറ് കഴുകാൻ നമ്മൾ തേച്ച് കഴുകി അവിടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ തേച്ച് കഴുകേണ്ടി വരും. ആ തേച്ച് കഴുകുമ്പോൾ എക്സ്ട്രാ സമയം നമ്മൾ വേണ്ടി വരും. കാരണം അത് പിടിച്ചു പോവുകയാണെങ്കിൽ. പിന്നെ ഇങ്ങനെ നമ്മൾ കറക്കിയെടുത്തതിന് ശേഷം റണ്ണിങ് വാട്ടറിൽ വെറുതെ ഒന്ന് കഴുകിയാൽ തന്നെ നല്ല ക്ലീൻ ആവുകയും ചെയ്യും. ചുരുങ്ങിയ സമയം കൊണ്ട് മിക്സിയുടെ ജാറ് നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ആറാമത്തെ ഹാബിറ്റ്, നമ്മളിപ്പം എല്ലാ കുക്കിങ്ങും അന്നത്തത് കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ബോട്ടിൽ അതുപോലെ തന്നെ പൊടികളൊക്കെ ഇടുന്ന ബോട്ടിൽ ഇതെല്ലാം ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതത് സ്ഥലത്തേക്ക് വെക്കുക. കാരണം നമ്മൾ പണിയെടുക്കുമ്പോൾ തിരക്കിൻ്റെ ഇടയിൽ നനഞ്ഞ കൈ കൊണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ തുറക്കുക. അപ്പോൾ ആ നനവും പൊടിയും ഒക്കെ ചേർന്നിട്ടാണ് ആ ടോപ്പിൽ എല്ലാം ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ കിടക്കുന്ന കാണില്ലേ, അത് ആ നനഞ്ഞ കൈ കൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ, അതായത് ആ സമയത്ത് വെച്ചാൽ അന്നത്തെ കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോട്ടിലൊന്നും അങ്ങനെ ചീത്തയാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി വൃത്തിയാക്കേണ്ട ഏരിയ ആണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ നമ്മുടെ പിടിക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഒന്ന് വെറുതെ ഒന്നങ്ങ് തുടക്കുക. കൗണ്ടർ ടോപ്പ് തുടക്കുമ്പോൾ അതും കൂടെ നമ്മൾ ക്ലീൻ ചെയ്യുക. കാരണം എപ്പോഴും അഴുക്ക് വരുന്ന ഒരു ഏരിയ ആണ് അതും. ഇനി ഏഴാമത്തത്, നമ്മൾ രാത്രി കിടക്കാനായിട്ട് പോകുന്നതിൻ്റെ മുന്നേ, കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ കൗണ്ടർ ടോപ്പും കുക്ക് ടോപ്പും അതുപോലെ കിച്ചൻ്റെ ഫ്ലോറും
എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് പോവുക. കാരണം ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങ് ഇട്ട് വെച്ചിട്ട് ഉറക്കം വന്നിട്ട് പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ രാവിലെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത മടുപ്പായിരിക്കും. കാരണം ആ തലേ ദിവസത്തെ ബാക്കിയുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. ഒരു പുതിയൊരു തുടക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എത്രത്തോളം നമുക്ക് നീറ്റാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നോ അത്രയും രാവിലെ ഫ്രഷായിട്ട് നമുക്ക് അടുക്കളയിലേക്ക് വരാൻ പറ്റും. പിന്നെ ഏത് സമയവും അടുക്കളയിൽ നിൽക്കാനാണെന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടുന്നു. എത്രയും പെട്ടെന്ന് പണി കഴിച്ചിട്ട് പോകാമെന്നായിരിക്കും. പക്ഷേ പണിയെടുക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു സ്പേസ് തന്നെ നമുക്ക് തുടക്കത്തിൽ കാണണം. ഓരോ ദിവസവും ഓരോ തുടക്കം തന്നെയല്ലേ. പക്ഷേ തലേ ദിവസം ഇങ്ങനെ ബാക്കിയായിട്ട് ഇട്ടേച്ച് വെച്ചാൽ നമുക്കത് പുതിയൊരു തുടക്കമാവില്ല. തലേ ദിവസത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര മടുപ്പുണ്ടാവും. അപ്പം ഇത് ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. എന്നാലും ഞാനിത് ഉൾപ്പെടുത്തിയത് ചിലപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോമൊക്കെ ആണെങ്കിൽ ചിലപ്പം ബിസിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ അങ്ങ് ഇട്ടേച്ച് പോകുമായിരിക്കും. എന്നാലും കിടക്കുന്നതിൻ്റെ മുന്നേ ആ ഒരു പണി അവിടെ ഒന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വരിക. ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യുക. വേറെ ഒരുപാട് ജോലിയും കാര്യങ്ങളോ അല്ലെങ്കിൽ ബിസി ഷെഡ്യൂളോ നമ്മൾ പുറത്തു പോവുകയോ എന്താണെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അടുക്കള നല്ല വൃത്തിയാക്കിയിട്ട് പോവുക. രാവിലെ ഫ്രഷായ അടുക്കളയിലേക്ക് തിരിച്ചു വരിക. ഇനി അടുത്തത് നമ്മൾ സിങ്കിൻ്റെ താഴെ ഒരു ഫ്ലോർ മാറ്റ് നിർബന്ധമായിട്ട് ഇടുക. ചിലപ്പോൾ അത് കഴുകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളത് ഒഴിവാക്കും. പക്ഷേ വെള്ളം ഉറ്റി വീഴാൻ എന്തായാലും ഒരു ചാൻസ് കൂടുതലാണ്. മാറ്റ് ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ 1-2 നമ്മൾ എക്സ്ട്രാ കരുതുക. കാരണം ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി 9ാമത്തെ ശീലം, കിച്ചൺ ടവൽ നമ്മൾ ചിലപ്പം ഹാങ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നതായിരിക്കും. എന്താണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കൈ തുടക്കാനൊരു തുണി കണക്കാക്കുക. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഡ്രസ്സിൻ്റെ സൈഡിൽ കൈയുടെ വെള്ളം ഒന്നങ്ങ് ഒപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു പോകും. അപ്പോൾ ആ ഭാഗത്തൊക്കെ കരിമനായിട്ട് കിടക്കുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ശീലം ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റുന്നതായിരിക്കും നല്ലത്. കിച്ചൺ ടവൽ നമ്മുടെ അടുക്കളയിൽ നമുക്ക് എപ്പോഴും നമ്മൾ കൈയെത്തുന്ന ദൂരത്തേക്ക് കണക്കാക്കി വയ്ക്കുക. ഇനി 10ാമത്തേത്, നമ്മുടെ ഡസ്റ്റ്ബിൻ എന്തായാലും അടുക്കളയിലോ സ്റ്റോർ റൂമിലോ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. നമ്മൾ കടലാസുകളോ മറ്റ് എന്താണെങ്കിലും അങ്ങനെ അങ്ങ് ഇടുന്നതിന് പകരം അതിനുള്ളിൽ ഒരു പോളിത്തീൻ കവർ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വേസ്റ്റൊക്കെ ആ പോളിത്തീൻ കവറിലേക്ക് ഇടുക. അത് നമുക്ക് ഈ ഒരു ഡസ്റ്റ്ബിന് വൃത്തിയാക്കി സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡസ്റ്റ്ബിൻ കഴുകേണ്ടി വരില്ലേ. പോളിത്തീൻ കവർ ആകുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്താൽ മതിയാവും. 11ാമത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം ഒരൊറ്റ ഡസ്റ്റ്ബിന് മാത്രം പോരാ, തീയിടുന്നതും തീയിടാൻ പറ്റാത്തതുമായിട്ടുള്ള ഉണ്ടാവും. മുട്ടായി കടലാസ്, അതുപോലെ നമ്മുടെ ഗുളികയുടെ പാക്കറ്റൊക്കെ ഉണ്ടാവില്ലേ, അലുമിനിയം, അതൊക്കെ നമുക്ക് തീയിടാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഡസ്റ്റ്ബിനിലേക്കോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സെങ്കിലും അത് ഇടാൻ വേണ്ടിയിട്ട് കണക്കാക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു ഡസ്റ്റ്ബിൻ ആണെങ്കിൽ എല്ലാം അതിൽ കൊണ്ടിടും. തീയിടുന്ന സമയത്ത് നമുക്ക് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെയും കൂടെ ശീലിപ്പിക്കുക. ഇനി അടുത്തത്, നോൺ സ്റ്റിക്ക് പാനോ അതോ തവയൊക്കെ കഴുകുമ്പോൾ ചിലപ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന ആ ഒരു ഓളത്തിൽ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് തന്നെ ഉരച്ച് തേച്ച് കഴുകി പോവും. പക്ഷേ അങ്ങനെ ചെയ്യല്ലേ. കാരണം ടെഫ്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോട്ടിങ് അതിലുണ്ട്. അത് ഇളകിയിട്ട് നമ്മുടെ വയറിലേക്ക് ആവുന്നത് അത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആരുമല്ല. എന്നാലും നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് റിസ്കിന് നിൽക്കേണ്ടല്ലോ. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ സ്പോഞ്ചിൻ്റെ ആ ഒരു സ്ക്രബ്ബർ മാത്രം യൂസ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുക. ഇനി അടുത്ത ഹാബിറ്റ്, നമ്മൾ പലപ്പോഴും ഇതുപോലെയുള്ള നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ കഴുകിയിട്ട് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കും. പക്ഷേ അതും നമ്മളിങ്ങനെ റീയൂസ് ചെയ്യല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ലോ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആയിരിക്കും ഇതെല്ലാം തന്നെ. 1 ടൈം യൂസേജ് മാത്രമാണ് അതൊക്കെ നിർമ്മിക്കുകയും ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ട് വലിച്ചു കളയുന്നതൊക്കെ കാണാറില്ലേ. അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് അത് വന്നു കഴിഞ്ഞാലും അത് നമ്മൾ മുനിസിപ്പാലിറ്റിക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വേസ്റ്റൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക് ഇടുന്ന ഭാഗത്തേക്ക് അത് മാറ്റി വയ്ക്കുക. നമ്മുടെ ഫ്രിഡ്ജിൽ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കില്ല. നല്ല പ്ലാസ്റ്റിക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ ഇതുപോലെയുള്ള നമ്മുടെ കുപ്പിയുടെ ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത്, ഗ്രോസറി ബാഗ് ഒരുപാട് നമ്മുടെ അടുക്കളയിലേക്ക് വരും അല്ലേ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ എല്ലാം ചിലപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് എടുത്ത് കളയും. ചിലപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുന്നതും ഉണ്ടാകും. കാരണം ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില മോളിലൊക്കെ ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അല്ല ഇതുപോലെയുള്ള ബാഗുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കവറും കൊണ്ടുപോകേണ്ടിയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ
വേണമെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുകയും ചെയ്യണം. പക്ഷേ എല്ലാം കൂടെ ഉരുട്ടി കൂട്ടിയിട്ട് നമ്മൾ ഒരു കവറിൽ തള്ളി മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഡംപ് ചെയ്ത മാതിരി ഒരു വൃത്തി ഉണ്ടാവില്ല. പക്ഷേ നീറ്റായിട്ട് പെട്ടെന്ന് ഞൊടിയിടയിൽ ഇതുപോലെ അങ്ങ് മടക്കിയെടുത്താൽ മതി. രണ്ടാക്കി മടക്കുക, എന്നിട്ട് ട്രയാങ്കിൾ ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 10 വെക്കുന്നിടത്തിൽ ചിലപ്പോൾ 20-30 നമുക്ക് കവറിൽ അടുക്കി വെക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ പെട്ടെന്ന് എന്താണ് അടുത്ത ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇതിൽ നിന്നൊന്ന് എടുത്തിട്ട് നമുക്ക് ബാഗിലേക്ക് കരുതാനും എളുപ്പമായിരിക്കും ഈ രീതിയിൽ മടക്കി വെക്കുകയാണെങ്കിൽ. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും ഈ ക്യാരി ബാഗിന്. അപ്പം ഇതുപോലെയുള്ള നല്ല വൃത്തിയുള്ളതൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതും കൊണ്ട് പോയാൽ മതി. വെറുതെ പൈസ കൊടുത്തിട്ട് വീണ്ടും വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം പൈസ പോകുന്നതിൻ്റെ അല്ല, ഇതെല്ലാം വീണ്ടും നമ്മുടെ വീട്ടിലേക്കല്ലേ വന്നെന്നറിയുന്നത്. മാക്സിമം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് റീയൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിനെല്ലാം എന്ത് പണിയുണ്ട്, ഇനിയിപ്പം ആറിയിട്ട് തുണി മടക്കുന്നത് പോരായിട്ട് ഇതും മടക്കി വെക്കണമെന്ന്. പക്ഷേ നമ്മളത് ചുരുട്ടിയിട്ട് ഒരു കവറിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന അത്ര സമയം എടുക്കുന്നുള്ളൂ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഒന്നെങ്കിലും ഇതുപോലെ ഒന്ന് മടക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ശരിയായി, ഇതുപോലെ നമുക്ക് ഇനി എല്ലാം മടക്കാമെന്ന് അപ്പോൾ തോന്നുകയും ചെയ്യും. ഫ്ലാറ്റിലോ അല്ലെങ്കിൽ എന്നെപ്പോലെ കുഞ്ഞടുക്കളയോ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയുള്ള ക്യാരി ബാഗൊക്കെ ഇങ്ങനെ മടക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തത്, രാത്രി അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ അന്നങ്ങ് കഴുകി വയ്ക്കുക. എത്ര വയ്യെങ്കിലും അതങ്ങ് ചെയ്യുക. ഇനിയിപ്പോൾ തീരെ വയ്യാത്തൊരു അവസ്ഥയാണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റായിട്ട് വീട്ടിൽ ആരെങ്കിലും ഒരാൾ ലേറ്റായിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം അവർക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയായിരിക്കും. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആൾ വരുന്നുണ്ടാവുക. അപ്പോൾ വീണ്ടും നമുക്ക് കഴുകാനൊന്നും പറ്റില്ലായിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫുഡിൻ്റെ അംശമെങ്കിലും ഡസ്റ്റ്ബിനിലെ വേസ്റ്റ് ഇടുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഭക്ഷണത്തിൻ്റെ അംശം ഒന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം ആ സിങ്കിലേക്ക് ഇട്ടിട്ട് നമ്മൾ ബാക്കിയൊന്ന് ഉറങ്ങാൻ വേണ്ടി പോകുക. അത്രയും അർജൻറ്റുള്ള കേസുകളൊക്കെ നമുക്ക് എല്ലാ വീട്ടിലും ഒരുപോലെയൊന്നും ആയിരിക്കില്ലല്ലോ. മാക്സിമം ഉറങ്ങുന്നതിൻ്റെ മുന്നേ, അടുക്കളയിൽ നിന്ന് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. ആ സിങ്കിൻ്റെ ഏരിയ ഒന്നങ്ങ് കാലിയാക്കിയിട്ട് നീറ്റാക്കിയിട്ട് വെക്കുക. കാരണം പാത്രം കഴുകുന്നത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചോദിച്ചാലേ മനസ്സിലാവും. കാരണം അത്രയും നമ്മൾ മടുക്കുന്നൊരു കാര്യമാണ് ഈ പാത്രം കഴുകൽ. ഇനി അടുത്തത്, പാത്രം കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ക്രബ്ബറും ലിക്വിഡും ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ട്രേയും ആ ഒരു ഒഴിച്ച് വെക്കുന്ന പാത്രമൊക്കെ കഴുകുക. ഇത് ഡെയിലി ക്ലീനിങ്ങിന് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ അറിയാതെ തന്നെ ഫുഡിൻ്റെ അംശങ്ങളും ആ സോപ്പിൻ്റെ അംശവും എല്ലാം ചേർന്നിട്ട് വല്ലാതെ വൃത്തികേടായിരിക്കും. എന്നും കഴുകിയാൽ മാത്രമേ അത് നീറ്റായിട്ടിരിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ടച്ച് ചെയ്താൽ മനസ്സിലാവും, നല്ല വഴുവഴുപ്പായിരിക്കും. അപ്പോൾ പാത്രം കഴുകിയ ഉടനെ തന്നെ ഇതും കൂടെ ചെയ്യാം നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ. ആ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഇല്ലേ, നമ്മളിപ്പോൾ 2-3 ആഴ്ച കൂടുമ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ, കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഫുഡിൻ്റെ അംശങ്ങളായിരുന്നു ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഡെയിലി ഇത് കഴുകിയിട്ടില്ലെങ്കിൽ അവസ്ഥയോ. അപ്പോൾ ദിവസവും ചൂടുവെള്ളത്തിൽ കഴുകണം എന്നല്ല, ദിവസവും നന്നായിട്ട് ഇത് കഴുകിയിട്ട് അതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ അതിൽ കുടുങ്ങും, ബാക്ടീരിയ വർദ്ധിക്കും, അത് അടുത്ത ഫുഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാകും, വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സിങ്കിൻ്റെ ഭാഗത്ത് നമ്മൾ വിട്ടൊഴിയുന്നില്ല. എല്ലാം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പ് ഒന്നുകിൽ നമ്മൾ തുടക്കും അല്ലെങ്കിൽ വൈപ്പ് ചെയ്യും. എങ്ങനെയെങ്കിലും നമ്മൾ ഡ്രൈ ആക്കി വെക്കുമല്ലോ. നമ്മൾ തുണി ഉപയോഗിച്ചിട്ടാണ് തുടക്കുന്നതെങ്കിൽ ആ തുണിയും നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ പുറത്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തന്നെ ഒന്നങ്ങ് പിഴിഞ്ഞിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വിരിച്ച് വെച്ചതിന് ശേഷം പുറത്തേക്ക് പോകുക. കാരണം ഈ തുണിയാണെങ്കിലും ഇവിടെയും വഴുവഴുപ്പ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ വൈപ്പറാണെങ്കിലും അതുപോലെ തേച്ച് കഴുകേണ്ടി വരുമല്ലോ. പിന്നെ ഇതുപോലെയുള്ള തുണികളൊക്കെ ഇപ്പം മൈക്രോ ഫൈബർ തന്നെ വേണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ നൈറ്റിയുടെ തുണിയൊക്കെ നല്ല കോട്ടൺ ആയിരിക്കും. അപ്പോൾ അതല്ലേ നമുക്ക് മുറിച്ച് എടുക്കുകയാണെങ്കിൽ കുറേ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതായിരിക്കും ഇതൊക്കെ നല്ലത്. ഇനി ലാസ്റ്റിലത്തത്, നമ്മൾ ഒരിക്കലും നനഞ്ഞ പാത്രം ആ നനവോടുകൂടി അങ്ങനെ തന്നെ റാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനറ്റിലോ വെക്കാതിരിക്കുക. നമ്മുടെ ഷെൽഫിൻ്റെ മെറ്റീരിയൽ എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് നനവോടുകൂടി വെക്കുകയാണെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പിന്നീട് വരും. അപ്പോൾ എപ്പോഴും ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം വയ്ക്കുക. തുടച്ച് വെക്കണമെന്നൊന്നുമില്ല, നമുക്കൊരിക്കലും അങ്ങനെ എന്നും ഇങ്ങനെ തുടച്ച് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഡിഷ് വാഷ് ട്രേ ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അല്ലെങ്കിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് പറഞ്ഞതിൽ മിക്കതും നമ്മളെല്ലാവരും ചെയ്യുന്നതായിരിക്കും. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയാനും വിട്ടുപോലെ.
ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോ ഇല്ലേ, അതൊരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ് ആയതുകൊണ്ടായിരിക്കും ഇത്തിരി സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷ ഇതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ടോപ്പിക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. താങ്ക്